ശേഷം നമ്മൾ ആതിരപ്പള്ളിയിലേക്ക് പോകാനൊരു പ്ലാൻ ഇട്ടു. ഇന്ന് ശ്യാമിൻ്റെ പിറന്നാളുമാണ്. സോ ഞങ്ങൾ രണ്ടാളും ഫ്രീ ആയിരുന്നു. പിന്നെ ബൈക്ക് വാങ്ങിയിട്ട് ലോങ് ട്രിപ്പ് ഒന്നും പോയിട്ടില്ല. ഇതാവുമ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഈ സ്ഥലം സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്കമാലി കഴിഞ്ഞ് ആതിരപ്പള്ളി റോഡിലേക്ക് കയറിയതും പിന്നെ മെല്ലെ മെല്ലെ ഫോറസ്റ്റ് ഏരിയയുടെ ഒരു ഫീല് വരാൻ തുടങ്ങി. ചുറ്റും നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു. മഴ സമയം ആയതുകൊണ്ട് തന്നെ പുഴയൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഈ വാർണിംഗ് ബോർഡ് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാട്ടർഫാൾ എൻട്രിയിലെത്തി. അപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പ്ലേസ് എക്സ്പീരിയൻസ് ചെയ്യാൻ അത് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടാണ് നമുക്ക് തോന്നിയത്. ഇങ്ങോട്ട് കണ്ട് വെള്ളം വീഴുന്നുണ്ട്. ഈ സാധനമൊക്കെ ഉണ്ട്, വെറൈറ്റി. നിക്കടാ ദീപേ. തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫുൾ ഒരു ചൂട് ചായയും ബജ്ജിയും കഴിക്കാനുള്ള ആഗ്രഹമായിരുന്നു. നേരെ ഇരട്ടിയെ തിരിച്ചു പോകുന്നത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു. പക്ഷെ അപ്പോഴാണ് ട്വിസ്റ്റ്. ഫുൾ വഴി ഒരു മരവും ഇലക്ട്രിക് ലൈനും വീണ് ബ്ലോക്കായി. പിന്നെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ആളൊക്കെ വന്നു. അങ്ങനെ ഏകദേശം ഒരു 1/2 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് റോഡ് ക്ലിയർ ആയത്. അപ്പോഴേക്കും നല്ല മഴയായിരുന്നു.
അങ്ങനെ ആ പെരുമഴ ഫുള്ള് കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. എന്തായാലും ഈ ഒരു മിനി ട്രിപ്പ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.